ഗുഡ് മോർണിംഗ്. മുസ്തഫയാണ് ഗാലക്സി ഹോം സെൻ്റർ വെളുത്തൂരി. നമ്മൾ ഇന്നലെ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, വിജയകരമായി മുന്നോട്ട് പോകുന്ന സെയിൽസ്മാൻ്റെ ഹാബിറ്റ്സുകൾ എന്തൊക്കെയാണെന്നത്. അതിൽ രണ്ടാമത്തെ ഭാഗമാണ്, പാർട്ട് 2 ആണ് ഇന്ന് വരുന്നത്. എന്തൊക്കെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്, വിൽക്കുന്നത് എന്ന് അറിയുക എന്നുള്ളതാണ്. കൃത്യമായി അറിയുന്ന ഒരാൾക്ക് വിജയകരമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 2016 മുതൽ ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് വ്യാപാരികളുടെ ബിസിനസ്സിൽ എത്രത്തോളം നമുക്ക് ഗാലക്സിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തകളും കാര്യങ്ങളും അങ്ങനെ അതിൽ ഇങ്ങനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ നമ്മളതിൽ ഒരു ചെറിയൊരു സമയം ഗാലക്സി ഹോം സെൻറ്ററിന് ഒരു പേജ് ഉണ്ട്, വാട്സപ്പിൽ ഒരു ചാനലുണ്ട്. ഈ ചാനലിൽ നമ്മൾ ഒരുവിധം ഐറ്റംസുകളൊക്കെ ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കസ്റ്റമർ ചോദിക്കുകയാണ് എന്തൊക്കെയാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നത്, ഈ ഫോൺ തുറന്നിട്ട് അവർക്ക് പ്രൈസോ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ കസ്റ്റമേഴ്സിന് ആ ഫോൺ തുറന്നിട്ട് ഈ ഐറ്റംസുകളൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഓട്ടോമാറ്റിക്കായിട്ട് ചോദിക്കും. പ്രൈസിൻ്റെ സ്റ്റഡി നെക്സ്റ്റ് സ്റ്റേജാണ്. ആ സ്റ്റേജിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ജസ്റ്റ് അതിൽ കോഡ് ഉണ്ട്, ആ കോഡ് ജസ്റ്റ് ഒന്ന് നമ്മൾ വാട്സപ്പിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിപ്ലൈ ആയിട്ട് പ്രൈസ് റിപ്ലൈ ആയിട്ട് കിട്ടുകയും ചെയ്യും. വളരെ ഈസി ആയ ഒരു മെത്തേഡാണ്. ആ മെത്തേഡ് ജസ്റ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിത് പിന്നെ പല കസ്റ്റമേഴ്സും അല്ലെങ്കിൽ പല ആളുകളും സംസാരിക്കുമ്പോൾ കേൾക്കുന്നൊരു വിഷയമാണ്. പിന്നെ നമുക്ക് ബിസിനസ് പഴയ പോലെ ചെയ്യാൻ പ്രയാസമുണ്ട്, പല നെഗറ്റീവ് തിങ്സുകളും പറയാറുണ്ട്. ഓൺലൈൻ ബിസിനസ് വർദ്ധിച്ചു, പക്ഷേ ഏതൊക്കെ ബിസിനസ് വളർന്നാലും പന്തലിച്ചാലും എത്രത്തോളം വളർന്നാലും നമ്മളെ ബിസിനസ് താഴോട്ട് പോകാതിരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ തന്നെയാണ്. അവിടെ നമ്മൾ പുതിയ പുതിയ അപ്ഡേഷൻസുകൾ, നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തേ പറ്റും. ആരും അപ്ഡേറ്റ് ആവാത്ത ആളുകൾക്ക് മെല്ലെ മെല്ലെ അത് ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് പോയി പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് കൂടി പറയാം. നമ്മളൊരു കസ്റ്റമറോട് പിന്നെ നമ്മളൊരു സുഹൃത്തിൻ്റെ അടുത്ത് നമ്മളൊരു ചോദ്യം ചോദിച്ചു, അവർ ആ ബിസിനസ് നീ എന്തെങ്കിലും കിട്ടുമോ, എന്താണ് ഇത് കിട്ടുക എന്നുള്ളത്. കാര്യം അത്രത്തോളം ഒരു വളരെ ദയനീയമായ ബിസിനസ്സാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് നേരം വൈകുന്നേരമായി കിട്ടും എന്നുള്ളതാണ്. നേരം വൈകുന്നേരമായി കിട്ടും. പ്രായം ഒരു പക്ഷേ നമ്മളെ തളർത്തുന്നുണ്ടോ? പ്രായം ജസ്റ്റ് ഏജ് ഈസ് ജസ്റ്റ് നമ്പറാണ് പറഞ്ഞത്. പ്രായം ഒരു നമ്പറാണ്. നമുക്ക് നമ്മളെ പല ആളുകളൊക്കെ തെളിയിച്ച സംഭവങ്ങളുമാണ്. അപ്പോൾ ഏജോ അല്ലെങ്കിൽ ഒരുപാട് വർഷത്തെ പിന്നെ വർക്ക് ചെയ്തിട്ടുള്ള മനംമട്ടിപ്പോ ഒന്നും നമ്മളെ ബാധിക്കരുത്. ചുറുചുറുക്കോട് കൂടി തന്നെ നമ്മളത് മുന്നോട്ട് പോകണം. അതിന് വേണ്ടിയിട്ട് ഗാലക്സി എപ്പോഴും കൂടെ ഉണ്ടാവും. നമ്മളെ കച്ചവടക്കാരെ സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടാണ് നമ്മൾ ഓരോ ഫോട്ടോ സെറ്റ് ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയക്കുന്നതും നിങ്ങൾ നിരന്തരം കോൾ ചെയ്യുന്നതൊക്കെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. അപ്പോൾ എന്ത് സർവീസ് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും 24 hours നിങ്ങൾക്ക് പ്രൈസ് ചോദിച്ച് നമ്മളോട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇനിയും വാട്സപ്പിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ വാട്സപ്പിൽ തന്നെ വാട്ടി ഓട്ടോമേഷനിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വാട്സപ്പ് ടൈപ്പ് ചെയ്താൽ തന്നെ മെസ്സേജ് റിപ്ലൈ കിട്ടുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടാവുക. ഈ മെസ്സേജിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് സ്റ്റാർ ചെയ്തിടാം. ഫസ്റ്റ് സ്റ്റാർ ചെയ്തിടാം. സ്റ്റാർ ചെയ്യണം. ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ സ്റ്റാർ എന്നുള്ള ബട്ടൺ ഉണ്ടാവും. ഇവിടെ ജസ്റ്റ് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഈ 3 കുത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർ അൺസ്റ്റാർ ഉണ്ടാവും. ഫസ്റ്റ് വൺ അപ്പോൾ അവിടെ നമ്മൾ സ്റ്റാർ ചെയ്തിടാം. ഈ മൊബൈലിൽ പിടിച്ച് കാണിക്കുക, കാരണം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർ ചെയ്ത മെസ്സേജ് എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഈ ഒരു 3 കുത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ലാസ്റ്റ് രണ്ടാമത്തെ ഐറ്റം സ്റ്റാറുടെ മെസ്സേജ് ഉണ്ടാവും. ഈ സ്റ്റാറുടെ മെസ്സേജ് ഓപ്പൺ ചെയ്യാം. സ്റ്റാറുടെ മെസ്സേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് കാണുന്നത് ഇത് ഏറ്റവും ലാസ്റ്റായിട്ട് സ്റ്റാർ ചെയ്ത മെസ്സേജ് വരും കേട്ടോ. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ലോഡ് ചെയ്തിട്ട് ഈ ഒരു പേജിലേക്ക് പോകും, ഗാലക്സി ഹോം സെൻ്റർ എന്നുള്ളത്. ഈ ഫോട്ടോസ് നമ്മളിതിപ്പോൾ തുടക്കം മുതൽ തന്നെ ഉണ്ടാവും. ഈ കണ്ട് ഒരു കപ്പിൻ്റെ ഫോട്ടോസ് ഉണ്ട്, പെൻസിൽ ബോക്സുകളുണ്ട്, അങ്ങനെ ഓരോന്നൊരു സംഭവമുണ്ട്. 2 ഫോട്ടോസ് ഈ ഒരു പേജിലുണ്ട്. നമുക്കിപ്പോൾ നിങ്ങൾ കസ്റ്റമർ ചോദിക്കണം ഈ പെൻസിലിൻ്റെ പ്രൈസ് എന്താണ്. അപ്പോൾ നമ്മുടെ കോൺടാക്ട് നിങ്ങൾ പറയേണ്ട ഒരേ സംഭവം 13,738 ഈ ഒരു കോഡ് 13,738 പ്രൈസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ റിപ്ലൈ തരും ചെയ്യും. അപ്പോൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിലുള്ള ഫോട്ടോസും വേണമെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കാം, നമ്മൾ കസ്റ്റമേഴ്സ് സെൻഡ് ചെയ്ത് കൊടുക്കുക, സ്റ്റാറ്റസ് വെക്കാം. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ആവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ബിസിനസ് വളരാൻ വേണ്ടി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, താങ്ക് യു. നമ്മൾ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരും. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇത് യൂസ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കാര്യം നമ്മുടെയൊക്കെ ലൈഫ് ആ രീതിയിലാണ് പോകുന്നത്. നമ്മൾ മാക്സിമം അപ്ഡേറ്റ് ആവുക, ഓരോ ദിവസവും നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.